പാപികൾക്കാശ്രയം നീ, ഞങ്ങൾക്കഭയം നീ, ഞങ്ങൾക്കഭയം നീ. പാപികൾക്കാശ്രയം നീ, ഞങ്ങൾക്കഭയം നീ, ഞങ്ങൾക്കഭയം നീ. പാപത്തിൻ ചുഴിയിൽ അലയുന്ന ഞങ്ങൾക്ക് ആലംബമിന്നി കീഴിടുന്നു. പാപത്തിൻ ചുഴിയിൽ അലയുന്ന ഞങ്ങൾ ആലംബമെന്നി കീഴിടുന്നു. പൊൻകരം നീട്ടി ശാന്തിതൻ നാട്ടിൽ ആനയിക്കൂ ഞങ്ങളെ, ആനയിക്കൂ ഞങ്ങളെ. മേരീ മനോജ്ഞേ ദേവമാതാവേ, പാപികൾക്കാശ്രയം നീ, ഞങ്ങൾക്കഭയം നീ, ഞങ്ങൾക്കഭയം നീ. അമ്മ മാതാവ് നമുക്കെല്ലാവർക്കും അഭയം തരുന്ന വലിയൊരു ആശ്രയമാണ്. അമ്മയുടെ പ്രിയ മക്കളിതാ അമ്മയുടെ വിമല ഹൃദയത്തിൽ അഭയം തേടുമ്പോൾ ആ സ്നേഹത്തിലേക്ക് ഞങ്ങളെ ചേർത്ത് നിർത്തി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളെയും അടുപ്പിക്കണമേ. മറ്റുള്ളവരെ വിധിക്കുന്ന, മറ്റുള്ളവരോട് മോശമായി സംസാരിക്കുന്ന എല്ലാ ജീവിത രീതികളിൽ നിന്നും ഞങ്ങളെ മാറ്റി നന്മ പറയുന്ന, കൂടെയുള്ളവരെ സ്നേഹിക്കുന്ന, എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ദൈവീക ചൈതന്യത്തിലേക്ക് പരിശുദ്ധ അമ്മേ ഞങ്ങളെ കൈപിടിച്ച് നയിക്കണമേ. എല്ലാവരും കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് നമ്മുടെ പ്രാർത്ഥനകളെ, നിയോഗങ്ങളെ, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൻ്റെ പ്രാർത്ഥന നിയോഗങ്ങളെ പരിശുദ്ധ അമ്മ വഴിയായിട്ട് ഈശോയ്ക്ക് സമർപ്പിക്കാം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അമ്മ വഴിയായിട്ട് നമുക്ക് സമർപ്പിക്കാം. എല്ലാവർക്കും അഭയം നൽകുന്ന പരിശുദ്ധ അമ്മേ, ദൈവപുത്രൻ്റെ സ്നേഹത്തിൻ്റെ നിറവിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും അമ്മ കൈപിടിച്ച് നയിക്കണമേ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ ജീവൻ തുളുമ്പുന്ന വചനങ്ങൾ ശ്രവിക്കുവാനായിട്ട് നമ്മുടെ ഹൃദയത്തെ, കാതുകളെ നമുക്കൊരുക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. നീ സഹോദരൻ്റെ കണ്ണിലെ കരട് കാണുകയും നിൻ്റെ കണ്ണിലെ തടിക്കഷ്ണം ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? അഥവാ നിൻ്റെ കണ്ണിൽ തടിക്കഷ്ണം ഇരിക്കെ സഹോദരനോട് ഞാൻ നിൻ്റെ കണ്ണിൽ നിന്നും കരടെടുത്ത് കളയട്ടെ എന്ന് എങ്ങനെ പറയും? കപടനാട്യക്കാര, ആദ്യം സ്വന്തം കണ്ണിൽ നിന്ന് തടിക്കഷ്ണം എടുത്തു മാറ്റുക. അപ്പോൾ സഹോദരൻ്റെ കണ്ണിലെ കരടെടുത്ത് കളയുവാൻ നിനക്ക് കാഴ്ച തെളിയും. വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്. നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ടുകൊടുക്കരുത്. അവ അത് ചവിട്ടി നശിപ്പിക്കുകയും തിരിഞ്ഞു നിങ്ങളെ ആക്രമിക്കുകയും ചെയ്തേക്കാം. ഈശോയിലെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയമുള്ള സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, എല്ലാവരും സുഖമായിരിക്കുന്നു. ഈശോയുടെ ഒത്തിരി കൃപകളും അനുഗ്രഹങ്ങളും ഈ ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായി നമുക്കെല്ലാവർക്കും കിട്ടുന്നുണ്ടെന്ന് അച്ഛൻ വിശ്വസിക്കുക. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. സ്ഥലം കൂട്ടായ്മയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രത്യേകമായിട്ട് അച്ഛൻ വ്യക്തിപരമായ പ്രാർത്ഥനകളിലും ജപമാലകളിലും എല്ലാം
എല്ലാവരെയും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അനേകർ ത്യാഗമെടുത്ത് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം ഇത് വലിയൊരു ദൈവാനുഗ്രഹമാണ്. ഒത്തിരി കൃപകൾ, ഒത്തിരി ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നൊരു ശുശ്രൂഷയാണ്. അതിനാൽ തന്നെ നമ്മളെല്ലാവരും ഒന്ന് ചേർന്ന് ഉണർവോടെ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. തീർച്ചയായും ഈശോയുടെ കൃപകളുണ്ടാകും. പരമാവധി നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി പങ്കെടുക്കുവാനായിട്ട് പരിശ്രമിക്കണം. നമ്മൾ ഏകദേശം ശുശ്രൂഷയുടെ പകുതി ദിനങ്ങളിലേക്ക് എത്തി നിൽക്കും. ഇന്ന് നമ്മൾ 16-ാം ദിനത്തിലാണ് എത്തി നിൽക്കുന്നത്. നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ട്. ഈ 15 ദിനങ്ങളിൽ ഈശോ നമ്മളെ നയിച്ചു. 16-ാം ദിനത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ 2ാം ഘട്ടമാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് നമ്മൾ വിലയിരുത്തുകയും വ്യക്തിജീവിതത്തിൻ്റെ കുറവുകളെയും കൊച്ചു കൊച്ചു ബലഹീനതകളെയും പോരായ്മകളെയും ഒക്കെ ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുറവുകളെ നിറവുകളാക്കുന്ന, ബലഹീനതകളെ ശക്തമായ ദൈവിക ഇടപെടലാക്കുന്ന ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഈ കൂട്ടായ്മയിലുള്ള എല്ലാവർക്കും വേണ്ടി, ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് അച്ഛൻ ആരംഭ ദിനങ്ങളിലൊക്കെ ഓർമ്മപ്പെടുത്തിയതുപോലെ ഒരു മുഴുവൻ ജപമാലയൊക്കെ ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ ഒരു ജപമാലയിൽ എല്ലാവരെയും പ്രത്യേകമായിട്ട് സമർപ്പിക്കണം. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരെ നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ ദിവസങ്ങളിൽ അയച്ചു തരാം. ഞങ്ങൾ പ്രത്യേകമായിട്ട് അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്ക് നാം ശ്രവിച്ച വചനഭാഗത്തിലേക്കൊന്ന് കടന്നു വരാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള തിരുവചനങ്ങൾ. അന്യരെ വിധിക്കരുത്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന വലിയൊരു വീഴ്ചയാണ്, വലിയൊരു പോരായ്മയാണ് മറ്റുള്ളവരെ വിധിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഒരു അറിവ് പോലും ഇല്ലാത്ത വ്യക്തികളെ പോലും നമ്മൾ പലപ്പോഴും വിധിക്കാറുണ്ട്. അവനൊന്നും ചെയ്താൽ ശരിയാവുകയില്ല, അവളൊന്നും ചെയ്താൽ ശരിയാവുകയില്ല, അല്ലെങ്കിലും അവർക്കൊന്നും അറിയത്തില്ല. അപ്പം ഇങ്ങനെയൊക്കെ വലിയ നെഗറ്റീവ് ഒരു ചിന്താഗതികൾ നമ്മുടെ ഒരു കുറവായിട്ട്, ഒരു ബലഹീനതയായിട്ട് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ആ ചിന്താരീതികളെ ഈശോയ്ക്ക് വിട്ടുകൊടുത്ത് ഈ ഒരു ബലഹീനതയിൽ നിന്ന്, ഈ ഒരു കുറവിൽ നിന്ന്, മറ്റുള്ളവരെ വിധിക്കുന്ന, മറ്റുള്ളവരോട് മോശം പറയുന്ന ഒരു ശീലത്തിൽ നിന്ന്, ദുശീലത്തിൽ നിന്ന് ഈശോയെ ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ, മോചനം നൽകണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. വചനത്തിൽ നാം കാണുന്നത് എന്താണ്? സ്വന്തം കണ്ണിൽ തടി കഷ്ണമിരിക്കെ അപരൻ്റെ കണ്ണിലെ കരടെടുത്ത് കളയുവാൻ നിനക്കെങ്ങനെ കാഴ്ച തെളിയുമെന്നാണ് ഈശോ ചോദിക്കുന്നത്. ഒരിക്കൽ പൊട്ട ആശ്രമത്തിലായിരിക്കുന്ന സമയത്ത് ഒരു 28 വയസ്സുള്ള ഒരു യുവാവ് പ്രാർത്ഥിക്കുവാനായിട്ട് വന്നു. PG പഠനമൊക്കെ കഴിഞ്ഞ് ഒരു ജോലിക്കുള്ള ഇൻ്റർവ്യൂവിനായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ജോലിക്ക് വേണ്ടി ഒത്തിരിയധികം ഇൻ്റർവ്യൂകളൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സഹോദരൻ പ്രാർത്ഥിക്കുവാനായിട്ട് വന്നു. പ്രിയമുള്ളവരെ, ഈ സഹോദരനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ മനസ്സിലാക്കുവാൻ സാധിച്ചൊരു കാര്യം ഇതാണ്: നന്നായിട്ട് പഠിക്കും, മിടുക്കനായിട്ട് പഠിക്കും, എഴുത്ത് പരീക്ഷകൾക്കൊക്കെ നല്ല മാർക്കാണ്. ഈ കുഞ്ഞിനുള്ള ഒരു പേടി എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് മറ്റുള്ളവരെ ഫേസ് ചെയ്യാനായിട്ട് വലിയ ഒരു പ്രയാസമാണ്. മറ്റുള്ളവരുടെ മുൻപിൽ വരുമ്പോൾ പറയാനായിട്ട് വാക്കുകൾ കിട്ടില്ല, ഭയങ്കര പേടിയാണ്, ഭയങ്കര നാണമാണ്, ഒരു വാക്കുകൾ പോലും കിട്ടാത്തൊരവസ്ഥ. ഈ പ്രിയപ്പെട്ട സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ച് സഹോദരനോട് സംസാരിക്കുന്നതിനിടയിൽ മനസ്സിലാക്കാൻ സാധിച്ചത്, പിന്നെ കുഞ്ഞുനാളിൽ സ്കൂളിൽ പഠിക്കുന്ന സമയങ്ങളിൽ സ്കൂളിലുണ്ടായൊരു കൊച്ചു സംഭവത്തിൽ കൂട്ടുകാരിവനെ വലിയ രീതിയിൽ കളിയാക്കി. ടീച്ചേഴ്സും ഒരു പക്ഷേ ആ കളിയാക്കലിൻ്റെ ഭാഗമായി ഇവനെ ഒന്ന് രക്ഷിക്കാനായിട്ട്, സേവ് ചെയ്യാനായിട്ട് പരിശ്രമിച്ചില്ല. അങ്ങനെ ഈ കുഞ്ഞുനാളിൽ സ്കൂളിൽ ഒരു ചെറിയൊരു കാര്യത്തിൻ്റെ പേരിൽ, ഒരു കുഞ്ഞു കാര്യത്തിൻ്റെ പേരിൽ വലിയ അസ്വസ്ഥത ഈ കുഞ്ഞിൻ്റെ കൊച്ചു മനസ്സിലുണ്ടായി. കൂട്ടുകാരോട് പേടിയാണ്, സമൂഹത്തിൽ ഒരു കാര്യം ചെയ്യാനായിട്ട് ഭയമാണ്, ഭയങ്കര അസ്വസ്ഥതയാണ്. 10-28 വയസ്സായെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, മിടുക്കനായി പഠിക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈ ഒരു വലിയൊരു അസ്വസ്ഥത കുഞ്ഞുനാളിൽ സംഭവിച്ച ഒരു കൊച്ചു കാര്യം ഈ കുഞ്ഞിൻ്റെ മനസ്സിലൊരു വലിയൊരു ആന്തരിക മുറിവായിട്ട് കിടക്കുക. കാര്യം ഇത്ര ഉള്ളായിരുന്നു. അവനൊരു സ്റ്റേജ് പ്രോഗ്രാമിന് കയറി, പ്രതീക്ഷിച്ചതുപോലെ ചെയ്യാനായിട്ട് പറ്റിയില്ല. പഠിച്ചു വന്ന കൊച്ചു പ്രസംഗം അതാ കുഞ്ഞ് മറന്നുപോയി. അപ്പം മറ്റുള്ളവർ കളിയാക്കി. ടീച്ചേഴ്സൊക്കെ ചോദിച്ചു, മര്യാദയ്ക്ക് പഠിച്ചിട്ട് വരാൻ പാടില്ലായിരുന്നു, ഇങ്ങനെയൊക്കെ ചോദിച്ചു. പക്ഷേ ഈ കുഞ്ഞിന് പിന്നെ സ്റ്റേജിൽ കയറാൻ പേടിയാണ്, ഒരു കൂട്ടത്തിൽ നിന്ന് പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് പേടിയാണ്. പ്രിയമുള്ളവർ ഓർക്കണം കേട്ടോ, നമ്മൾ ഈ മറ്റുള്ളവർ വിധിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, കുഞ്ഞു കാര്യങ്ങളായിരിക്കും.
ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങളായിരിക്കും അത് അവരുടെ ജീവിതത്തിൽ വലിയ വീഴ്ചകൾക്ക്, വലിയ സങ്കടത്തിന്, വലിയ ആന്തരിക മുറിവുകൾക്ക് കാരണമാകുന്നുണ്ട്. ഈശോ വചനത്തിൽ പറയുന്നുണ്ടല്ലോ, അന്യരെ വിധിക്കരുത്, അന്യരെ വിധിക്കരുത്. ഈശോ തന്നെ കാണിച്ചു തരുന്ന മഹനീയമായ മാതൃകയുണ്ട്. ഈശോയുടെ പക്കലേക്ക് ഇതാ കല്ലെറിഞ്ഞ് കൊല്ലുവാനായിട്ട് ഒരു സ്ത്രീയെ യഹൂദര് കൊണ്ടുവരുമ്പോൾ ഈശോ ചെയ്യുന്നത് എന്താണ്? ഈശോ അവളെ രക്ഷിക്കുകയാണ് അവരിൽ നിന്നും. ഈശോ അവളെ വിധിക്കുന്നില്ല. ഈശോ അവളോട് ചോദിക്കുന്നുണ്ട്, ആരും നിന്നെ കല്ലെറിഞ്ഞില്ലേ? ഞാനും നിന്നെ വിധിക്കുന്നില്ല, സമാധാനത്തോടെ പോയിക്കൊള്ളുക. പ്രിയമുള്ളവർ, ഈശോയുടെ ഒരു സമീപനം നോക്കിക്കേ. നമ്മളേവരും ക്രിസ്തുവിൻ്റെ അനുയായികളായിട്ട് ജീവിക്കുമ്പോൾ ഈശോ നമുക്ക് കാണിച്ചു തരുന്ന വലിയൊരു ജീവിത മാതൃകയാണ്, നിൻ്റെ വാക്കുകൾ മറ്റുള്ളവരെ വിധിക്കുന്നതാകരുത്. ഒരിക്കലും മറ്റുള്ളവരെ വിധിക്കാനായിട്ട് നീ വലിയവനായിട്ടില്ല. നിൻ്റെ ജീവിതത്തിൽ ഒത്തിരി കുറവുകൾ, അതാണ് ഈശോ സുവിശേഷത്തിലൂടെ നമ്മളെ ആരംഭത്തിൽ ഓർമ്മപ്പെടുത്തിയത്. നിൻ്റെ കണ്ണിൽ തടിക്കഷ്ണമിരിക്കെ എങ്ങനെ മറ്റുള്ളവൻ്റെ കണ്ണിലെ കരടെടുത്ത് കളയുവാനായിട്ട് നിനക്ക് കാഴ്ച കിട്ടും? പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന, അനുദിന ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഒരു കുടുംബ ജീവിതത്തിൽ എടുക്കുകയാണെങ്കിൽ ജീവിത പങ്കാളിയെ, മക്കളെ ഒക്കെ അകാരണമായിട്ട് വിധിക്കുന്ന ഒരു ശീലങ്ങളുണ്ടെങ്കിൽ, ദുശീലങ്ങളുണ്ടെങ്കിൽ നമ്മൾ മാറ്റിയെടുക്കണം. പലപ്പോഴും ഉണ്ടല്ലോ നമ്മുടെയൊക്കെ കൊച്ചു കൊച്ചു ജീവിതങ്ങളിലെ കുടുംബ പ്രശ്നങ്ങൾക്ക്, അസ്വസ്ഥതകൾക്കൊക്കെ കാരണം ഇങ്ങനെ പല മുൻവിധികളാണ്. നിന്നെക്കൊണ്ടൊന്നിനും കൊള്ളില്ല, അല്ലെങ്കിൽ നീ ഉണ്ടാക്കുന്നൊരു സാധനം ഒന്നിനും കൊള്ളില്ല. പ്രിയമുള്ളവരെ, ഒന്ന് ഓർത്ത് നോക്കിയാൽ, നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോഴേ നമ്മുടെ ഭക്ഷണമൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ടാക്കി തരുമ്പോൾ നമ്മളതിനെ കുറ്റം വിധിക്കാതെ, അതിന് പിന്നീട് എന്തോരം കഷ്ടപ്പാടുണ്ടെന്നറിയാവോ? ഞാനൊക്കെ കണ്ടിട്ടുണ്ട്. ഞങ്ങളൊക്കെ വീട്ടിലൊക്കെ ആയിരിക്കുമ്പോൾ അമ്മയൊക്കെ ഭക്ഷണം ഉണ്ടാക്കി തരുമ്പോൾ നോക്കി, നമുക്ക് അമ്മ ഭക്ഷണം ഉണ്ടാക്കി തരുന്നു, അല്ലെങ്കിൽ കുടുംബത്തിലെ പ്രിയപ്പെട്ടവർ ഭക്ഷണം ഉണ്ടാക്കി തരുന്നു. ഏറ്റവും നല്ല രീതിയിൽ ഉണ്ടാക്കി തരാനല്ലേ അവരാഗ്രഹിക്കുന്നത്. അപ്പം അമ്മയൊക്കെ ഭക്ഷണം ഉണ്ടാക്കി തരുമ്പോൾ ചിലപ്പോൾ വീട്ടിൽ അമ്മ ചോറ് വിളമ്പി തരുമ്പോൾ, കറികൾ വിളമ്പുമ്പോൾ എപ്പോഴെങ്കിലും ഒരു മുടിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, ഒരു സിമ്പിളായിട്ടുള്ള കാര്യം അച്ഛൻ പറയുന്നത്, ഒരു മുടിയൊക്കെ ഒന്ന് വീണിട്ടുണ്ടെന്ന് ഓർക്കുക. അല്ലെ, നമ്മളതിനെ ഈ ചോറിൻ്റെ ഇടയിൽ വീണ് കിടക്കുന്ന ഈ മുടിയെ ഇങ്ങനെ എടുത്ത് വലുതായി പൊക്കി കാണിച്ച് അവരെ വിളിച്ച്, വീട്ടുകാരെ വിളിച്ച് അതൊരു വലിയ സംഭവമാക്കേണ്ട വല്ല കാര്യമുണ്ടോ? അമ്മ അറിഞ്ഞുകൊണ്ടല്ലല്ലോ അത് ചെയ്തത്. അമ്മ അടുക്കളയിൽ ജോലി ചെയ്യുന്നതിനിടയിൽ, തിരക്കിനിടയിൽ, അല്ലെങ്കിൽ ചേച്ചി അടുക്കളയിൽ ജോലി ചെയ്യുന്നതിനിടയിൽ, തിരക്കിൻ്റെ ഇടയിൽ ഇതാ ഒരു മുടി അതിൻ്റെ അകത്ത് വീണതാകും. അങ്ങനെയൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ കണ്ടിട്ടുണ്ട് വീട്ടിൽ അപ്പൻ ചെയ്യുന്ന കാര്യം. ഞങ്ങളൊക്കെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അപ്പൻ മെല്ലെ അതാരും അറിയാതെ എടുത്തങ്ങ് മാറ്റി വയ്ക്കും. അതാരും അറിയാതെ എടുത്തങ്ങ് മാറ്റി വയ്ക്കും. അമ്മ വന്ന് കറി വിളമ്പുന്നുണ്ടാകും, വെള്ളം കൊടുക്കുന്നുണ്ടാകും, ഒന്നും പറയുന്നതായിട്ട് കണ്ടിട്ടില്ല. മെല്ലെ അങ്ങ് മാറ്റി വയ്ക്കും. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയുമ്പോൾ പാത്രം കൊണ്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അത് മെല്ലെ പോകുന്ന വഴിയിൽ എവിടെയെങ്കിലുമൊക്കെ അങ്ങോട്ട് തട്ടിയിട്ടങ്ങ് കളഞ്ഞേക്കും. പ്രിയമുള്ളവരെ, അമ്മയുടെ അധ്വാനത്തിൻ്റെ പിന്നിൽ ഒത്തിരി സഹനങ്ങളുണ്ടാകാം, ഒത്തിരി ത്യാഗങ്ങളുണ്ടാകാം. അതെല്ലാം വലിയ സ്നേഹത്തോടെ കാണുവാൻ സാധിക്കുന്ന ഒരപ്പൻ. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബങ്ങളൊക്കെ ഇങ്ങനെയാകട്ടെ. കൊച്ചു കൊച്ചു കുറവുകളെ, കൊച്ചു കൊച്ചു വീഴ്ചകളെ, പോരായ്മകളെ പർവ്വതീകരിച്ചു കാണുന്ന ഒരു ചിന്താരീതിയിൽ നിന്നും, നമ്മുടെ വികലമായ ആ കാഴ്ചപ്പാടിൽ നിന്നും നമ്മൾ ഓരോരുത്തരും മാറണം. എന്തോരം സാധ്യതകളുള്ള ജീവിതമാണ് നമ്മുടേത്. നമ്മൾ ഈ പൊട്ടക്കിണറ്റ് കിടക്കുന്ന തവളയെപ്പോലെ ചിന്തിക്കരുത്. അതല്ല ലോകം. അതിൻ്റെ അപ്പുറത്ത് വിശാലമായ ലോകമുണ്ട്. ഈ കുറവുകളും വീഴ്ചകളും പോരായ്മകളുമുള്ള വ്യക്തി ആ കുറവുകളെ മാത്രമല്ല, ഒത്തിരിയേറെ സാധ്യതകളുള്ള ഒരു വ്യക്തിയാണ്, ഒത്തിരി നന്മകൾ ഉള്ളിലുള്ള ഒരു വ്യക്തിയാണ്. ഏതെങ്കിലുമൊക്കെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽപ്പെട്ട് പല അസ്വസ്ഥതകളിലൂടെ കടന്നുപോയതിൻ്റെ പിന്നാം വെളിച്ചത്തിൽ സംഭവിച്ച കാര്യങ്ങളാകാമത്. സുവിശേഷത്തിൽ നാം കാണുന്നു, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ സക്കേവൂസിൻ്റെ ജീവിതം. സമൂഹം മാറ്റി നിർത്തിയവനാ, പക്ഷേ യേശു അവനോടെടുക്കുന്ന ഒരു സമീപനം ഉണ്ടല്ലോ, അവനെയൊന്നും വിധിക്കുന്നില്ല. ഈശോ അവനെ പേര് ചൊല്ലി വിളിക്കുന്നു, അവനെ സ്നേഹിക്കുന്നു, അവൻ്റെ ഒപ്പം നടക്കുന്നു, അവൻ്റെ ഭവനത്തിൽ ഭക്ഷണത്തിനിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ കാണുകയാണ് അവൻ്റെ ജീവിതത്തിൻ്റെ സമൂലമായ മാറ്റത്തിന്, മാനസാന്തരത്തിന് അത് കാരണമായി തീരുക. അപ്പം നമ്മൾ അന്യരെ വിധിക്കാതെ അവരോട് സ്നേഹമായിട്ട് പെരുമാറുമ്പോൾ, മറ്റുള്ളവരോട് സൗമ്യനസത്തോടെ, സ്നേഹത്തോടെ, കാരുണ്യത്തോടെ പെരുമാറുമ്പോൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന രൂപാന്തരീകരണത്തെക്കുറിച്ചാണ് ലൂക്കാ സുവിശേഷം 19-ാം അധ്യായത്തിലൂടെ ഈശോ നമുക്ക് കാണിച്ചു തരുന്നത്.
ഈശോ ഒന്നും പറയുന്നതായിട്ട് വചനത്തിൽ കാണുന്നില്ല. ആകെ പറഞ്ഞ 2 കാര്യം. ഒന്ന്, അവനെ പേര് ചൊല്ലി വിളിച്ചു. 2, എനിക്കിന്ന് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈശോയുടെ ആ സ്നേഹം അനുഭവിച്ചപ്പോൾ മറ്റുള്ളവർ ചുങ്കക്കാരനെന്ന്, പാപി എന്ന് വിളിക്കുന്നത് കേട്ട് മടുത്തവനിതാ ഈശോയുടെ സ്നേഹത്തോടെയുള്ള ആ ഒരു സംസാരം കേട്ടപ്പോൾ, സ്നേഹത്തോടെയുള്ള വാത്സല്യത്തോടെയുള്ള പരിചരണം ലഭിച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിലെ കുറവുകളെ കുറിച്ച് അവൻ ചിന്തിച്ചു. വലിയൊരു മാനസാന്തരത്തിലേക്ക്, ഇതാ ഞാൻ ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുന്നു. പ്രിയമുള്ളവരെ നോക്കിക്കേ, പാപിയായിരുന്നവനെ അബ്രഹത്തിൻ്റെ മകനെന്ന തലത്തിലേക്ക് വീണ്ടെടുക്കുന്ന തമ്പുരാൻ്റെ സ്നേഹത്തെ നമ്മളിവിടെ കാണുകയാണ്. ഈശോ നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ടുകൊടുക്കരുത്, അന്യര് വിധിക്കരുത്. നമ്മിലുള്ള ഈ നന്മയാണ് നമ്മൾ കാണേണ്ടത്. നമ്മുടെ കുറവുകളെയല്ല, വീഴ്ചകളെയല്ല, കൂടെയുള്ളവരുടെ കുറവുകളെ, വീഴ്ചകളെ, പോരായ്മകളെ കാണുവാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്, മറിച്ച് അപരനിലെ നന്മയെ കാണുവാൻ. പ്രിയമുള്ളവരെ, വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് ഈശോ നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നില്ല. ഒന്നും സാരമില്ലെന്ന് പറയുവാൻ. സങ്കടത്താൽ നൊമ്പരപ്പെടുന്ന ഒരു വ്യക്തിയോട് അവൻ്റെ തോളിൽ തട്ടി മക്കളെ സാരമില്ലെന്ന് പറയുവാനായിട്ട് സാധിക്കുന്ന ഒരു മനസ്സ്. അല്ലെങ്കിൽ ഒരു വീഴ്ച സംഭവിച്ചു, ഒരു പോരായ്മ സംഭവിച്ചു, ഒന്ന് പോട്ടെന്ന് പറയട്ടെ, സാരമില്ല, ആ കുഴപ്പമില്ല, വേറൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് പറയുവാൻ പാകത്തിനുള്ള വലിയൊരു ദൈവിക ആത്മീയതയുടെ തലത്തിലേക്ക് തമ്പുരാനെ ഞങ്ങൾ ഓരോരുത്തരെയും വളർത്തണം. ഞാനൊരിക്കലൊരു പോപ്പുലർ മിഷൻ ധ്യാനം, ഇരിങ്ങാലക്കുട രൂപതയിൽ ഒരു പോപ്പുലർ മിഷൻ ധ്യാനത്തിൽ സംബന്ധിക്കുന്ന സമയം, പ്രിയമുള്ളവരെ, ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിൽ ആ ഇടവകയിലെ വികാരിയച്ഛൻ എല്ലാവരെയും പങ്കെടുപ്പിക്കുവാനായിട്ട് ആഗ്രഹിച്ച് അവരുടെ പിന്നാലെ നടന്ന എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് ഇതാ ധ്യാന സമയങ്ങളിൽ അവരുടെ ഒപ്പം ഇരുന്ന് വികാരിയച്ഛൻ ധ്യാനത്തിന് കൂടിക്കൊണ്ടിരിക്കുക. വികാരിയച്ഛൻ ഇങ്ങനെ ഒപ്പം ഇരിക്കുന്ന സമയത്ത് ആ കൂടെയുള്ള പിള്ളേരുണ്ട്, ഒത്തിരി പിള്ളേരുണ്ട്. അവർക്ക് ഒത്തിരി കുസൃതികൾ കാണിക്കുന്നുണ്ട്, ഓടിക്കളിക്കുന്നുണ്ട്, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ഇടയ്ക്ക് വർത്തമാനമൊക്കെ പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഇങ്ങനെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നൊരു അച്ഛൻ ചോദിച്ചു, ഈ പിള്ളേരൊക്കെ ഇത്രയും കുസൃതിയൊക്കെ കാണിച്ചിട്ടും അച്ഛൻ അവരോടൊന്നും പറഞ്ഞില്ലല്ലോ. അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കുഞ്ഞുങ്ങളല്ലേ, അവർ ധ്യാനത്തിന് തന്നെ വന്നല്ലോ, വലിയവർക്കുള്ള ഈ ധ്യാനത്തിൽ ഈ കുഞ്ഞുങ്ങൾ വന്നല്ലോ, ഇവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം കുഞ്ഞുങ്ങൾക്ക് ദഹിക്കുന്നതൊന്നും അല്ലല്ലോ, എന്നാലും അതുങ്ങൾ വന്നില്ലേ, അതുങ്ങൾ കൂടുന്നില്ലേ, പാട്ടുകളൊക്കെ പാടുന്നില്ലേ, വചനമൊക്കെ പറയുന്നില്ലേ, ഹല്ലേലൂയൊക്കെ പറയുന്നില്ലേ, അച്ഛാ അത് തന്നെ വലിയൊരു കാര്യമല്ലേ. ആ കുഞ്ഞുങ്ങൾ ഇത്രയും നല്ല കാര്യങ്ങൾ, നന്മയുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയുന്ന അച്ഛൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത്. പ്രിയമുള്ളവരെ, ഒത്തിരിയധികം കുറവുകളും വീഴ്ചകളും പോരായ്മകളുമുള്ള വ്യക്തികളാണ് ഞാനും നിങ്ങളും. അപ്പം എൻ്റെ കുറവുകളെ, എൻ്റെ പോരായ്മകളെ ഞാൻ മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ കുറവുകളിലേക്ക്, പോരായ്മകളിലേക്ക് നോക്കിക്കാണുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. മറ്റുള്ളവർ വിധിക്കുന്ന ഒരവസ്ഥ. തമ്പുരാൻ അവരുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നവനാണ്, അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്നവനാണ്. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിനും സൃഷ്ടിക്കപ്പെട്ടവരല്ലേ നാം ഓരോരുത്തരും. അവരിലും ദൈവികതയുണ്ടെന്നേ. ആ ദൈവികതയെ കാണുവാനായിട്ട് സാധിക്കുമ്പോഴാണ് അവരെ സ്നേഹിക്കുവാനുള്ള വലിയൊരു കൃപ നമുക്ക് ലഭിക്കുന്നത്. വിശുദ്ധ മദർ തെരേസയുടെയൊക്കെ ജീവിതം അങ്ങനെയാണ്. അപരനിലെ ദൈവിക സാന്നിധ്യത്തെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കുമ്പോൾ അവനെ വിധിക്കുന്നില്ല, കുറ്റപ്പെടുത്തുന്നില്ല, തെരുവോരങ്ങളിൽ അലയുന്നവരെ ഇതാ ശാസിക്കുന്നില്ല, അവരോട് മോശമായിട്ട് പറയുന്നില്ല. പ്രിയമുള്ളവരെ, അവരെ സ്നേഹിക്കുന്ന ഒരു വലിയ നന്മയിലേക്ക് ഈ ലോകത്തെ നയിക്കുകയാണ് വിശുദ്ധ മദർ തെരേസ ചെയ്തത്. നോക്കിക്കേ, ആ കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസം നോക്കിക്കേ, വ്യതിയാനം നോക്കിക്കേ. നമ്മുടെയൊക്കെ ഉള്ളിൽ ഈ നന്മയുടെ വിത്ത്, ഈ നന്മയുടെ കണികയുണ്ട് കേട്ടോ. അത് നമ്മൾ മൂടിക്കളയരുത്. ഈ ദിനങ്ങളിലെ ശുശ്രൂഷയിലൂടെ ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുക, മറ്റുള്ളവരെ വിധിക്കുന്ന ദുശീലത്തിൽ നിന്നും മാറി നിൻ്റെ ഉള്ളിലെ നന്മയെ നീ പുറത്തെടുത്തുകൊണ്ട് മറ്റുള്ളവരിലെ നന്മ കാണുന്ന ഒരു ആത്മീയ ചിന്തയിലേക്ക് നിൻ്റെ ജീവിതത്തെ നീ ചേർത്ത് വെക്കണം, നയിക്കണമെന്ന് ഈശോ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മൾ മുൻവിധികൾ വിധിക്കുമ്പോൾ തമ്പുരാൻ്റെ കാഴ്ചപ്പാടുകൾ വേറെയാണ്. തമ്പുരാൻ അവരെക്കുറിച്ച് ഒത്തിരി സാധ്യതകളുണ്ട് കേട്ടോ. ഒരിക്കലൊരു പോപ്പുലർ മിഷൻ ധ്യാനം ചാലക്കുടി അടുത്ത് മേലൂർ ഇടവകയിൽ പോപ്പുലർ മിഷൻ ധ്യാനം നടക്കുകയാണ്. പ്രിയമുള്ളവരെ, ആ ധ്യാനത്തിൽ സംബന്ധിച്ച
ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ഒരു കൊച്ചനുഭവമാണ്. ധ്യാനത്തിൽ ഞങ്ങൾ പറയും, എല്ലാ ദിവസവും നിങ്ങൾ ധ്യാനത്തിന് വരണം, ഒരു ശുശ്രൂഷയെ മാറ്റിവെക്കരുത്. രാവിലെ 5:30 മുതൽ 7 മണി വരെയും രാത്രി 6:30 മുതൽ 9:30 വരെയും നിങ്ങൾ സമയം കണ്ടെത്തി വരണം. മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ധ്യാനത്തിൽ വരണം. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഞങ്ങൾ എല്ലാ ദിവസവും പറയും. അതുകൊണ്ട് തന്നെ ഒത്തിരി അംഗങ്ങൾ, ഒരു 99% ആളുകൾ എല്ലാ ഇടവകയിലും പോപ്പുലർ മിഷൻ ധ്യാനങ്ങളിൽ പങ്കെടുക്കും. വലിയൊരു ദൈവാനുഗ്രഹമാണ്. കൂടിയിട്ടുള്ള പലരും ഉണ്ടാകും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ. നിങ്ങൾക്കറിയാം, പോപ്പുലർ മിഷൻ ധ്യാനം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ചിന്തകൾ, പഴയ ഓർമ്മകളൊക്കെ. അപ്പോൾ ഇങ്ങനെയൊരു പോപ്പുലർ മിഷൻ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന ഒരു സഹോദരൻ, അദ്ദേഹം ഇതാ തൻ്റെ ജോലി ഒരു ലോട്ടറി കച്ചവടക്കാരനാണ്. അദ്ദേഹം ഇതാ ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരുമ്പോൾ, അന്ന് വെള്ളിയാഴ്ച ദിവസം കടന്നു വരുമ്പോൾ ഓർക്കണം, വെള്ളിയാഴ്ച ഒരു സൗദിയൊക്കെ എടുത്തു വരണമെന്ന് പറയുക. പ്രിയമുള്ളവർ, അന്ന് അദ്ദേഹം വിൽക്കുന്ന ലോട്ടറിയുടെ അവസാന ദിവസമാണ്. അന്നത്തെ കച്ചവടം കൂടിയുള്ളൂ. ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ലോട്ടറികളെല്ലാം വിറ്റ് തീർന്നിട്ടില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവർ, സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു, നീ ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ നിനക്കിത് നഷ്ടമാകും. കുടുംബാംഗങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ഇദ്ദേഹം ഇതാ ഈ ഒരു കാര്യത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തൻ്റെ ജീവിതത്തെ ഒന്ന് വിട്ടുകൊടുക്കണം, കടന്നു വരണം എന്നാഗ്രഹിച്ച് ഇദ്ദേഹം ഈ ദിവസം ലോട്ടറി കച്ചവടത്തിനായിട്ട് പോയില്ല. പ്രിയമുള്ളവരെ, അങ്ങനെ ധ്യാനത്തിൽ പങ്കെടുത്തു. ധ്യാനത്തിൻ്റെ ശുശ്രൂഷകളിൽ മുഴുവൻ പങ്കെടുത്തു. ഈ ശുശ്രൂഷയിലൊക്കെ പങ്കെടുത്ത് ഇതാ ധ്യാന ദിവസങ്ങൾ കഴിഞ്ഞു. ഈ ലോട്ടറിയുടെ കച്ചവടത്തിൻ്റെ ആ ദിവസവും തീർന്നു. ഒരു 5-8 ലോട്ടറികൾ, 5-10 ലോട്ടറികൾ. അന്നത്തെ കച്ചവടത്തിന് പോകാൻ സാധിക്കാത്തതുകൊണ്ട് ആ ലോട്ടറികളെല്ലാം, ടിക്കറ്റുകളെല്ലാം ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. ലോട്ടറി ടിക്കറ്റെല്ലാം ഇദ്ദേഹത്തിൻ്റെ കയ്യിലായി. നറുക്കെടുപ്പ് വന്നപ്പോൾ അന്ന് അദ്ദേഹം വിൽക്കാൻ സാധിക്കാതിരുന്ന ഒരു ടിക്കറ്റിനാണ് 1ാം സമ്മാനം അടിച്ചത്. നമ്മൾ കേവലം നിസ്സാരമായിട്ട് ഇതിനെ കാണാം. പക്ഷേ ആ സഹോദരൻ പങ്കുവെച്ച അനുഭവം ഇതാണ്: എൻ്റെ തമ്പുരാൻ എൻ്റെ ജീവിതത്തിൽ ഇടപെടാനൊരുക്കിയ ഒരു വഴിയാണ്. മറ്റുള്ളവർ പറഞ്ഞു, നീ ഇന്ന് ജോലിക്ക് പോയില്ലേ, നിനക്ക് നഷ്ടമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കാഴ്ചകളും തമ്പുരാൻ്റെ ഇടപെടലും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ്. തമ്പുരാനുണ്ടല്ലോ, എന്തെല്ലാം സാധ്യതകൾ നമ്മുടെ ജീവിതത്തിൽ കാണാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. മനുഷ്യൻ്റെ ചിന്തകൾക്കപ്പുറമാണ് ദൈവത്തിൻ്റെ ഇടപെടലെന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയണം. അപ്പോഴാണ് നാം വിധിക്കാതിരിക്കുന്നത്. തമ്പുരാൻ്റെ കണ്ണുകളിലൂടെ മറ്റുള്ളവരെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. നമ്മളിലും ഈ നന്മയുണ്ട് കേട്ടോ, അതൊരിക്കലും കളയരുത്. അതിനെ നമ്മൾ വളർത്തിക്കൊണ്ട് വരണം. കൂടെയുള്ളവരെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തുന്ന, നല്ലത് പറയുന്ന, മറ്റുള്ളവരെ വിധിക്കാതിരിക്കുന്ന നല്ലൊരു ശീലത്തിലേക്ക് നമുക്ക് കടന്നു വരാം. പ്രിയമുള്ളവരെ, നമ്മുടെ സ്നേഹത്തിൻ്റെ ഒരു വാക്കോ ഒരു സ്പർശനമൊക്കെ മതി ഒത്തിരി പേരുടെ ജീവിതങ്ങളെ മാറ്റിമറിക്കാനായിട്ട്. ഞങ്ങൾക്കുണ്ട് ഒരിക്കൽ കോട്ടയിൽ പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വന്ന ഒരു കുഞ്ഞ്. 9ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മിടുക്കനായൊരു കൊച്ചായിരുന്നു. അവൻ്റെ ചില കൂട്ടുകെട്ടുകളും കാരണങ്ങളും ഒക്കെ കൊണ്ട് അവൻ്റെ പഠനത്തിൽ വലിയൊരു വീഴ്ച സംഭവിച്ചു. സ്കൂളിൽ ചില കാര്യങ്ങൾക്ക് അവനെ പിടിച്ചു. അവൻ്റെ മാതാപിതാക്കളെ സ്കൂളിലേക്ക് വിളിപ്പിച്ചു. അങ്ങനെ ഒരു സങ്കടത്തിൻ്റെ അവസ്ഥയിലൂടെ ഈ കുഞ്ഞിനെ പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുവന്നതാണ്. അപ്പം ഞങ്ങളവിടെ പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു വന്നപ്പോൾ ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു, ഇവനോട് സംസാരിച്ചു. 2ാം ശനിയാഴ്ചകളിൽ അവിടെ കുട്ടികളുടെ ശുശ്രൂഷയുണ്ട്. എല്ലാ 2ാം ശനിയാഴ്ചകളിലും പോട്ടാശ്രമത്തിലെ കുട്ടികളുടെ ശുശ്രൂഷയുണ്ട്. അപ്പം ഞങ്ങൾ പറഞ്ഞു, മോന് ഈ ശുശ്രൂഷയിലൊന്ന് വന്ന് പങ്കെടുക്കുക. അടുത്ത 2ാം ശനിയാഴ്ച ഈ ശുശ്രൂഷയിലൊന്ന് വന്ന് പങ്കെടുക്കാനായിട്ട് പറഞ്ഞു. ഈ ശുശ്രൂഷയിൽ ഈ കുഞ്ഞ് വന്ന് പങ്കെടുക്കുന്ന സമയം, അന്നിതാ അവിടുത്തെ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് ഈ കുഞ്ഞിനെ അൾത്താരയിൽ കൂടാനായിട്ട് ഞങ്ങൾ വിളിക്കുകയാണ്. അന്നത്തെ കുർബാനയിൽ, കുട്ടികൾക്ക് വേണ്ടിയുള്ള കുർബാനയിൽ ഈ കുഞ്ഞ് കൂടുന്നു. ചെറിയ കാര്യമാണ്. സമൂഹം അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന്, കുട്ടികാരിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട ഈ കുഞ്ഞ് അൾത്താരയിൽ കൂടിക്കൊണ്ടിരുന്ന കുഞ്ഞാണ്. ഈ ഒരു കാരണത്തിൻ്റെ പേരിൽ അതിൽ നിന്നൊക്കെ മാറ്റി നിർത്തപ്പെട്ട കുഞ്ഞിനെ ഞങ്ങൾ കുർബാനയിൽ കൂട്ടി. തുടർന്നുള്ള നാളുകളിൽ ശുശ്രൂഷയ്ക്ക് വരണമെന്ന് പറഞ്ഞു. എല്ലാ 2ാം ശനിയാഴ്ചയും വരാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, പിന്നീട് മിടുക്കനായിട്ട് പഠിക്കുന്നു. നല്ല കഴിവുള്ള കൊച്ച, നല്ല മാർക്ക് വാങ്ങി മുന്നോട്ട് പോകുന്ന ഒരു കൊച്ചനുഭവം. ഇതൊക്കെ നമ്മൾ കുഞ്ഞു കാര്യങ്ങൾ മാത്രമേ ഈ ക്ലാസ്സുകളിലൂടെ അച്ഛൻ ഓർമ്മപ്പെടുന്നുള്ളൂ. ഒരു സ്നേഹത്തിൻ്റെ ഒരു തലോടൽ മതി. കരഞ്ഞു കലങ്ങിയ കണ്ണുമായിട്ട് വരുന്ന കുഞ്ഞിനെ അമ്മ ചേർത്ത് പിടിക്കുമ്പോൾ ഇതാ പ്രിയമുള്ളവരെ, പിന്നീട് കുഞ്ഞിൻ്റെ കരച്ചിൽ മാറുകയാണ്. നിൻ്റെ ജീവിതത്തിൽ നിന്നെ നന്മയിലേക്ക് നയിക്കുവാൻ ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം ക്രിയാത്മകമായിട്ട് നിൻ്റെ ജീവിതത്തെ വളർത്തുന്നവനാ.
ക്രിയാത്മകമായിട്ട് നിൻ്റെ ജീവിതത്തെ വളർത്തുന്ന ദൈവം നിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒത്തിരി നന്മകളാണ് ആഗ്രഹിക്കുന്നത്. നീ കണ്ടുമുട്ടുന്നവരിലേക്ക് ആ ഒരു നന്മയെ പകർന്നു കൊടുക്കുവാനായിട്ട് നിനക്ക് സാധിക്കുമ്പോൾ നിൻ്റെ ജീവിതം കൃപ നിറഞ്ഞതാകും, അഭിഷേകമുള്ളതാകും. ഞങ്ങളുടെ ഒരു ധ്യാനത്തിൽ ഞങ്ങൾ ധ്യാനിപ്പിച്ച ഒരച്ഛൻ പറഞ്ഞ ഒരു കൊച്ചു സംഭവം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചിന്തകൾ അവസാനിപ്പിക്കുകയാണ്. അച്ഛൻ പറഞ്ഞു, കുഞ്ഞുനാളിൽ അച്ഛൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അച്ഛൻ്റെ ജ്യേഷ്ഠന് വേണ്ടിയിട്ടാണ്. മലബാറിൽ വീടുള്ള അച്ഛൻ പറഞ്ഞു, എന്തിനു വേണ്ടിയിട്ടാണ് ജ്യേഷ്ഠന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? ജ്യേഷ്ഠന് പനി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ജ്യേഷ്ഠന് പനി പിടിച്ചാൽ അന്ന് സ്കൂളിൽ പോകേണ്ട, കാരണം ചേട്ടനാണ് ഈ അനുജനെ സ്കൂളിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ച് ഒരു നാളിൽ ചേട്ടന് പനി പിടിച്ചു. നമ്മളും അങ്ങനെ കുറേ പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലേ? സ്കൂളിൽ പോകാൻ നേരത്ത് കണക്ക് സാറിന് പനി പിടിക്കണം, മലയാളം ടീച്ചറിന് പനി പിടിക്കണം എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അന്നൊക്കെ നമുക്ക് ചോദ്യം ചോദിക്കാനും അല്ലേ തല്ല് കിട്ടാനുമുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് വേറൊരു യാഥാർത്ഥ്യം. അപ്പോൾ അങ്ങനെ ഈ അച്ഛൻ ജ്യേഷ്ഠനായ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ പനി പിടിച്ചു. ഇതാ അന്ന് രാവിലെ മുറ്റത്തുകൂടെ കളിച്ചുകൊണ്ട് നടക്കുക. സ്കൂളിൽ പോകണ്ടല്ലോ, ചേട്ടന് പനി പിടിച്ചു. പിന്നെ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ആരുമില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതാ സ്കൂളിൽ പോകാനുള്ള നേരമായപ്പോൾ അപ്പൻ വന്ന് വിളിച്ചു, എടാ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ? ഇല്ലപ്പാ, ചേട്ടന് പനിയാണല്ലോ, എന്നെ കൊണ്ടുപോകാൻ ആളില്ലല്ലോ. അപ്പം പറഞ്ഞു, ചേട്ടനെ പനി പിടിച്ചിട്ടുള്ളൂ, അടുത്ത വീട്ടിലെ ചേട്ടന്മാർക്ക് ആർക്കും പനി പിടിച്ചിട്ടില്ല. അവരുടെ കൂടെ അച്ഛനെ സ്കൂളിൽ വിട്ടു. വലിയ സങ്കടമായി. ആകെ ഒരു അവധി ദിവസം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതാണ്, അതും കിട്ടിയില്ല. അങ്ങനെ സ്കൂളിലെത്തി. സ്കൂളിൽ നിന്നും തിരിച്ചു വരുമ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാനിങ്ങനെ മനസ്സിൽ കരുതി, ഇന്ന് അപ്പൻ്റെ അടുത്ത് പോയി പറയും, ചേട്ടൻ കൊണ്ടുപോകുന്നത് പോലെ എന്നെ ഇവർ കൊണ്ടുപോകുന്നില്ല, ഇവരെന്നെ പരിഗണിക്കുന്നില്ല, ഇവരെന്നെ കൂട്ടത്തിൽ കൂട്ടുന്നില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോയി, അതുകൊണ്ട് ഇന്ന് തൊട്ട് നാളെ തൊട്ട് ഞാൻ സ്കൂളിൽ പോവില്ല. ഈ ചിന്തയുമായിട്ടാണ് വൈകുന്നേരം സ്കൂൾ വിട്ട് വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ മുറ്റത്തിതാ അപ്പൻ കാത്തു നിൽക്കുന്നു. അപ്പൻ കാത്തു നിൽക്കുമ്പോൾ അപ്പൻ്റെ അടുത്തേക്ക് ഈ കാര്യം പറയാനായിട്ട് അച്ഛൻ ചെല്ലുമ്പോൾ അപ്പൻ പറഞ്ഞു, കൊള്ളാലോ, മിടുക്കനാണല്ലോ. അത് കേട്ടപ്പോൾ ഒരു സന്തോഷമായി. കൊള്ളാമല്ലോ, മിടുക്കനാണല്ലോ. എന്നാലും മനസ്സിൽ ധൈര്യം സംഭരിച്ചവൻ പറയുക, അപ്പച്ചനോട് ഇങ്ങനെ പറയണം, നാളെ തൊട്ട് ഞാൻ സ്കൂളിൽ പോകുന്നില്ല എന്ന് പറയാനായിട്ട് തുടങ്ങുമ്പോൾ അപ്പൻ കയ്യിൽ കരുതിയിരുന്ന നാരങ്ങ മിഠായി എടുത്തു കൊടുത്തു. എന്നിട്ട് കൊച്ചിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു പറഞ്ഞു, കൊച്ചു മിടുക്കനാണല്ലോ, ഒറ്റയ്ക്ക് സ്കൂളിൽ പോയിട്ട് വന്നല്ലോ. കൊച്ചു മിടുക്കനാണല്ലോ, ഒറ്റയ്ക്ക് സ്കൂളിൽ പോയിട്ട് വന്നല്ലോ, ഒറ്റയ്ക്ക് പോകാൻ പഠിച്ചല്ലോ. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഞാനന്ന് അങ്ങോട്ട് പൊന്തി ഇല്ലേ? അപ്പനോട് ഇനി സ്കൂളിൽ പോകുന്നില്ല എന്ന് പറഞ്ഞ് എൻ്റെ എല്ലാ ചിന്തകളും അപ്പൻ്റെ ഒറ്റ വാക്കിൽ കാറ്റിൽ പറന്നു. കൊച്ചു മിടുക്കനാണല്ലോ, ഒറ്റയ്ക്ക് പോയി വന്നല്ലോ. ക്രിയാത്മകമായിട്ട് പറഞ്ഞ ഒരപ്പൻ. പ്രിയമുള്ളവരെ, ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, നിൻ്റെ ഒരു കൊച്ചു വാക്ക് മതി, നിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ ഒരു തലോടൽ മതി, നിൻ്റെ ഒരു സ്പർശനം മതി. സങ്കടത്തിൽ, വേദനയിൽ, അസ്വസ്ഥതയിൽ നൊമ്പരപ്പെടുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പുതിയൊരു പ്രത്യാശയുടെ കതിർനാമ്പ് പരത്തുവാൻ പരിശുദ്ധ അമ്മ സങ്കടപ്പെട്ടിരുന്ന സ്നേഹന്മാരെ ചേർത്ത് നിർത്തിയപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് സ്വന്തമാക്കുവാൻ അവർക്ക് സാധിച്ചതുപോലെ എൻ്റെ വ്യക്തി ജീവിതത്തിലൂടെ ദൈവത്തെ സ്വന്തമാക്കി ആ ദൈവിക ജീവനിലേക്ക് മറ്റുള്ളവരെ ചേർത്ത് നിർത്തുവാനായിട്ട് പരിശ്രമിക്കുമ്പോൾ തമ്പുരാൻ പറഞ്ഞൊരു കാര്യം മറന്നുപോയേക്കരുത്. എൻ്റെ കുറവുകളെ മൂടിവെച്ച് മറ്റുള്ളവരുടെ കുറവുകളെ ഓർത്ത് അവരെ വിധിക്കുന്ന വ്യക്തിയായിട്ട് ഞാൻ മാറരുത്. മറിച്ച് മറ്റുള്ളവരെ കൂടെ ചേർത്ത് നിർത്തുന്ന സ്നേഹത്തിൻ്റെ ഉടമയായിട്ട്, സ്നേഹം പകർന്നു നൽകുന്ന വ്യക്തികളായിട്ട് നമുക്കും മാറാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടാം. പ്രത്യേകമായിട്ട് ഈ 16-ാം ദിനത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന നിയോഗം എന്ന് പറയുന്നത് ഇതാണ്: മറ്റുള്ളവരെ സ്നേഹിക്കുവാനായിട്ടുള്ള നല്ലൊരു മനസ്സ് എനിക്ക് നൽകണമേ. ഞാൻ ആരെയെങ്കിലും വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈശോയുടെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ക്ഷമിക്കുവാനായിട്ടുള്ളൊരു കൃപ. മറ്റുള്ളവരെ വിധിക്കുന്ന സ്വഭാവത്തിൽ നിന്നും എന്നെ മാറ്റി നിർത്തണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നിയോഗമായിട്ട് നമ്മളിത് സമർപ്പിക്കുകയാണ്. മറ്റുള്ളവരെ വിധിക്കുന്ന ആ ദുശീലത്തിൽ നിന്നും എനിക്കൊരു മോചനം. ആരെയെങ്കിലും ഞാൻ വിധിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവേ, അവരോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. എന്നെ ആ ഒരു ദുശീലത്തിൽ നിന്നും മോചനം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പ്രവൃത്തിയായിട്ട് മറ്റുള്ളവരെ വിധിച്ചതിനെ ഓർത്ത് അനുദപിച്ച് ഒരു വിശുദ്ധ കുർബാനയിൽ അവരെയൊക്കെ സമർപ്പിച്ച് ഒരു വിശുദ്ധ കുർബാന. കർത്താവെ, മറ്റുള്ളവരെ വിധിക്കുന്ന മനോഭാവത്തിൽ നിന്നും എനിക്ക് മോചനം നൽകണമെന്ന് പ്രാർത്ഥിച്ച് ഇന്നത്തെ വിശുദ്ധ ബലിയിൽ ഈ ഒരു നിയോഗം സമർപ്പിച്ച് നമ്മൾ വിശുദ്ധ കുർബാന കണ്ട് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഭക്തിയോടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കാം.
പ്രാർത്ഥിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാനം സന്തോഷം ദാനമായി അവൻ നൽകിയിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിയിടും. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. 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 നീതിമാന്റെ പ്രാർത്ഥന ശക്തിയുള്ള പ്രാർത്ഥന, ഫലിക്കും രോഗിക്കു സൗഖ്യമാ. നീതിമാന്റെ പ്രാർത്ഥന ശക്തിയുള്ള പ്രാർത്ഥന, ഫലിക്കും രോഗിക്കു സൗഖ്യം. ചേർന്നുപാടി പ്രാർത്ഥിക്കട്ടെ എല്ലാവരും. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. ചേർന്ന് പാടട്ടെ. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും വീണ്ടും പാടുന്നു. പ്രാർത്ഥിക്കാം ആത്മാവിൽ, പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, ആരാധിച്ചുകൊണ്ട് അവൻ വല്ലഭൻ. സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. ചേർന്ന് വീണ്ടും ആവർത്തിച്ച് പാടുന്നു. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, സ്തുതിഗീതം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആയിരിക്കുന്ന ഇടങ്ങളിൽ ദിവികാരുണ്യത്തോടെ നോക്കി കരമുയർത്തി സ്തുതിക്കുന്നു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ഞങ്ങളെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു, ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധനെ ഞങ്ങളെ ആരാധിക്കുന്നു. സ്തുതിക്കട്ടെ, കരമുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് തമ്പുരാനെ ആരാധിക്കുമ്പോൾ ഹൃദയത്തിൽ അധരങ്ങളിൽ ഈ വരികൾ, ഈ ഈരടികൾ. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. വിടുതൽ എന്നും പ്രാപിക്കാം. വിടുതൽ
പ്രാർത്ഥനയോടെ നമ്മെ അനുഗ്രഹിക്കുവാൻ എഴുന്നള്ളി വന്നിരിക്കുന്ന ഈശോയെന്ന് നോക്കട്ടെ. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. കർത്താവേ, ആത്മീയ പ്രകാശത്താൽ ഞങ്ങളെ നിറയ്ക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കരങ്ങൾ കൂപ്പി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആരാധിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് വിടുതലും സൗഖ്യവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിലെ കുറവുകളെ, ബലഹീനതകളെ ഞങ്ങൾക്ക് കാണിച്ചു തരികയും അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു നൽകുകയും ചെയ്യുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ സന്നിധിയിൽ ഏറ്റവും ശാന്തമായി സ്വസ്ഥാനങ്ങളിൽ നമുക്കിരിക്കാം. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചോ, മടിയിൽ തുറന്നു വെച്ചോ, ഏറ്റവും അനുയോജ്യമായ രീതിയിൽ ശാന്തമായി നമുക്കിരിക്കാം. നമ്മൾ പാടിയിരടികൾ നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തനെ. അവൻ നല്ലവനാണ്, വല്ലഭനാണ്, എൻ്റെ ജീവിതത്തെ വിടുതലിലേക്ക് നയിക്കുന്നവനാണ്, എൻ്റെ കുറവുകളെ പരിഹരിക്കുന്നവനാണ്. സ്വസ്ഥമായി ഈ മനസ്സിൽ ഈ ഈരടികൾ ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിരിക്കാം. സ്വയം ആരാധിച്ചുകൊണ്ടിരിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ വിശദീകരിക്കുന്നവൻ, നമ്മുടെ കുറവുകളെ പരിഹരിക്കുന്നവൻ, പ്രത്യേകമായി വിമലസങ്കേത ശുശ്രൂഷയുടെ ഈ 16-ാം ദിനത്തിൻ്റെ അഭിഷേകം തുളുമ്പുന്ന ആരാധന മണിക്കൂറിൽ തമ്പുരാൻ നമ്മളോട് ഇന്നാവശ്യപ്പെട്ട കാര്യം ഇതാണ്: നീ അന്യരെ വിധിക്കരുത്. നിന്റെ കണ്ണിൽ തടിക്കഷ്ണമിരിക്കെ അവരെൻ്റെ കണ്ണിലെ കരടെടുത്ത് കളയുവാൻ പ്രിയമകനെ നിനക്കെങ്ങനെ സാധിക്കും? ഈശോ നമ്മളോട് ചോദിക്കുകയാണ്. പലപ്പോഴും മറ്റുള്ളവരെ വിധിക്കുന്നവരാ നമ്മൾ. മുൻവിധികളോടെ പല കാര്യങ്ങളെയും സമീപിക്കുന്നവരാ. നന്മയ്ക്ക് പകരം തിന്മ കാണുന്ന ഒരു ദുശീലം നമ്മളിലുണ്ട്. കൂടെയുള്ളവരുടെ നന്മയെ പലപ്പോഴും നമ്മൾ പ്രോത്സാഹിപ്പിക്കുവാൻ മടി കാണിക്കുന്നവരാ. കർത്താവേ, നിൻ്റെ സന്നിധിയിൽ എളിമയോടെ താഴ്മയോടെ ഞാനായിരിക്കുമ്പോൾ കർത്താവേ, ഒന്ന് തൊടണമേ, എന്നെ ഒന്ന് സ്പർശിക്കണമേ. എൻ്റെ ജീവിതത്തിൻ്റെ ഈ ബലഹീനതയെ, ഈ കുറവിനെ ഒന്നെടുത്തു മാറ്റുവാൻ നിൻ്റെ കരത്തിൻ്റെ ഒരു സ്പർശനം മതി. പ്രാർത്ഥനയോടെ ഈ ഈരടികളോട് നമുക്ക് ചേരാം. പാടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്നു തൊട്ടാലും നാദ സൗഖ്യം തന്നാലും നിൻ കരാങ്കുലി സ്പർശനത്താൽ പൂർണ്ണ സൗഖ്യം ഞാൻ നേടുവാൻ. ചേർന്ന് പാടാം. ഒന്നു തൊട്ടാലും നാഥ സൗഖ്യം തന്നാലും നിൻ കരാങ്കുലി സ്പർശനത്താൽ പൂർണ്ണ സൗഖ്യം ഞാൻ നേടുവാൻ. ഇരുകരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകളെ ശാന്തമായിട്ടൊന്നടച്ച് സുവിശേഷത്തിലെ ഈശോയെ നാം ഇങ്ങനെയാണ് ധ്യാനിക്കുന്നത്. ഇതാ, പാപിനിയായ സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലുവാനായിട്ട് കൊണ്ടുവരുമ്പോൾ ഈശോ അവളെ വിധിക്കുന്നില്ല. അവരിൽ നിന്നെല്ലാം ഈശോ അവളെ പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണ്. വന്നവർ എറിയുവാനായി ഓങ്ങിയ കല്ലുകൾ താഴെയിട്ട് തിരികെ പോകുമ്പോൾ ഈശോ നിലത്തെഴുതിക്കൊണ്ടിരുന്നു. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഈശോയും ആ സ്ത്രീയും മാത്രം അവശേഷിച്ചപ്പോൾ ഈശോ അവളോട് ചോദിച്ചു, ആരും നിന്നെ വിധിച്ചില്ലേ? ഇല്ല കർത്താവേ എന്നവൾ മറുപടി പറഞ്ഞപ്പോൾ
തമ്പുരാൻ പറഞ്ഞത് ഇതാണ്: ഞാൻ നിന്നെ വിധിക്കുന്നില്ല. പിന്നിട്ട വഴിത്താരകളിൽ അവൾ കടന്നുപോയ ജീവിത സാഹചര്യങ്ങളെല്ലാം അറിയുന്ന ദൈവം അവളോട് പറഞ്ഞ ആശ്വാസത്തിൻ്റെ വചനമിതാ: ഞാൻ നിന്നെ വിധിക്കുന്നില്ല, സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക. കർത്താവേ, മറ്റുള്ളവരെ വിധിക്കാതിരിക്കുവാൻ, മറ്റുള്ളവരിൽ കുറ്റമാരോപിക്കാതിരിക്കുവാൻ നിൻ്റെ ഈ ഒരു മനസ്സ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അതിനായി എൻ്റെ മനസ്സിൻ്റെ എല്ലാ കറകളെയും കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. നിൻ്റെ മനസ്സിനൊത്തതാക്കി, നിൻ്റെ ഹൃദയത്തിനൊത്തതാക്കി എൻ്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തണമേ. ആഗ്രഹത്തോടെ കരങ്ങളൊന്ന് യാചന രൂപത്തിൽ മടിയിൽ തുറന്നു വെച്ച് ചേർന്ന് പാടാം: ഈശോയെ, എൻ്റെ മനസ്സിന് സൗഖ്യം നൽകി എന്നെ നീ അനുഗ്രഹിക്കണമേ. ഒന്നു തൊട്ടാലും നാദ സൗഖ്യം തന്നാലും നിൻ കരാങ്കുലി സ്പർശനത്താൽ പൂർണ്ണ സൗഖ്യം ഞാൻ നേടുവാൻ. ചേർന്ന് പാടുകേ. ഒന്നു തൊട്ടാലും നാഥ സൗഖ്യം തന്നാലും നിൻ കരാങ്കുലി സ്പർശനത്താൽ പൂർണ്ണ സൗഖ്യം ഞാൻ നേടുവാൻ. കരങ്ങളൊന്ന് കുപ്പിപ്പിടിച്ച് ദിവികാരുണ്യ ഈശോയെന്ന് നോക്കിക്കേ. എൽത്താരയിലുള്ള ഈശോ സ്നേഹത്തോടെ നിന്നോട് പറയുക: പ്രിയമകനെ, പ്രിയമകളെ, എൻ്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലുമാ ഞാൻ നിന്നെ സൃഷ്ടിച്ചത്. എൻ്റെ ജീവശ്വാസമാ ഞാൻ നിന്നിലേക്ക് പകർന്നു നൽകിയത്. യേശുവിൻ്റെ ജീവൻ്റെ ചൈതന്യമാ നമ്മളിൽ തുടിക്കുന്നത്. അതെന്നിൽ മാത്രമല്ലട്ടോ, എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരിൽ, ഞാൻ അനുദിന ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയിലും കുടികൊള്ളുന്നത് ഇതേ ദൈവത്തിൻ്റെ ചൈതന്യമാണെങ്കിൽ, ആ ദൈവ ചൈതന്യമുള്ള ഒരു വ്യക്തിയെ ഞാൻ അന്യായമായി വിധിക്കുമ്പോൾ എൻ്റെ ദൈവത്തെയല്ലേ ഞാൻ വിധിക്കുന്നത്? അവനിലുള്ള ദൈവീക ചൈതന്യത്തെ ദർശിക്കുവാൻ സാധിക്കാത്ത വിധത്തിൽ എൻ്റെ കണ്ണുകൾ അടയ്ക്കപ്പെടുമ്പോൾ, എൻ്റെ ചിന്തകൾ മൂടിവെക്കപ്പെടുമ്പോൾ ഞാനല്ലേ കുറ്റക്കാരനാവുന്നത്? ഈശോയെ, മറ്റുള്ളവരിലെ നന്മ കാണുവാൻ, ഓരോ വ്യക്തിയിലും മാനുഷിക ചിന്തകൾക്കപ്പുറത്ത് ദൈവം നൽകുന്ന സാധ്യതകൾ അത് ദർശിക്കുവാൻ പാകത്തിന് കർത്താവേ, എൻ്റെ ആത്മീയ നയനങ്ങളെ നീ വിശുദ്ധീകരിക്കണമേ. ആഗ്രഹത്തോടെ ഇരുകരങ്ങളും നീട്ടിപ്പിടിച്ച് ചേർന്ന് പാടട്ടെ: ഒന്ന് തൊട്ടാൽ നാഥ, എൻ്റെ ജീവിതത്തെ നീ സൗഖ്യപ്പെടുത്തണമേ. പ്രത്യാശയോടെ മറ്റുള്ളവരെ നോക്കിക്കാണുവാൻ, അവരുടെ സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കുവാൻ, കുറ്റപ്പെടുത്താതെ പാഴ്വാക്കുകൾ പറയാതെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ കൃപയരുളണമേ എന്ന് പ്രാർത്ഥിച്ച് ചേർന്ന് പാടുന്നു: ഒന്ന് തൊട്ടാലും നാഥ. ഒന്നു തൊട്ടാലും നാഥ സൗഖ്യം തന്നാലും നിൻ കരാങ്കുലി സ്പർശനത്താൽ പൂർണ്ണ സൗഖ്യം ഞാൻ നേടുവാൻ. പഠിക്കേ ആഗ്രഹത്തോടെ. ഒന്നു തൊട്ടാലും നാഥ സൗഖ്യം തന്നാലും നിൻ കരാങ്കുലി സ്പർശനത്താൽ പൂർണ്ണ സൗഖ്യം ഞാൻ നേടുവാൻ. കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർക്കുമ്പോൾ ഓർക്കണം കേട്ടോ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, മറ്റുള്ളവരെ നാം വിധിക്കുമ്പോൾ വലിയ ആന്തരിക മുറിവുകൾ അവരുടെ ജീവിതത്തിൽ സമ്മാനിക്കുന്നത്. പലരുടെയും ജീവിതത്തിൽ അപകർഷതാബോധത്തിലേക്ക്, ഉൾവലിയുന്ന സ്വഭാവങ്ങളിലേക്ക്, സമൂഹത്തിൽ നിന്നും മാറി നിൽക്കുന്ന ഒറ്റപ്പെടുന്ന സ്വഭാവങ്ങളിലേക്കൊക്കെ പലരും ജീവിതത്തിൽ മാറിപ്പോകുവാൻ കാരണം എൻ്റെ ചില വാക്കുകൾ. അവനെ കൊണ്ടൊന്നിനും കൊള്ളില്ല, കഴിവില്ലാത്തവൻ, കഴിവില്ലാത്തവൾ, എന്ത് കാര്യം ഏൽപ്പിച്ചാലും ചെയ്യുവാനായിട്ട് പ്രാപ്തിയില്ലാത്തവർ, ഒന്നിനും കൊള്ളരുതാത്തവർ എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ നാം വിധിക്കുമ്പോൾ ഓർക്കണോട്ടോ, അവരുടെ ജീവിതം തന്നെയാണ്
ഒന്നുമല്ലാതായിത്തീരുന്നത്. ഈശോയെ, എൻ്റെ ജീവിതത്തിൻ്റെ ഈ ഒരു ബലഹീനതയെ, ഈ ഒരു കുറവിനെ പരിഹരിക്കുവാനായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് നിൻ്റെ ചൈതന്യം ഒഴുക്കണമേ. എന്നെ നീ സ്പർശിക്കണമേ, എന്നെ നീ സുഖപ്പെടുത്തണമേ. ഒരിക്കൽ കൂടി ഈ ഒരു ബലഹീനതയെ, അന്യരെ വിധിക്കുന്ന, മോശമായി പറയുന്ന ആ ഒരു ദുശീലത്തിൽ നിന്നും പൂർണ്ണമായ വിടുതലും മോചനവും ലഭിക്കുവാനായിട്ട് ആഗ്രഹിച്ച് ഒരിക്കൽ കൂടി സ്വരമുയർത്തി എല്ലാവരും ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. ഒന്ന് തൊട്ടാലും നാഥാ സൗഖ്യം തന്നാലും. ഒന്നു തൊട്ടാലും നാദ സൗഖ്യം തന്നാലും, നിൻ കരാങ്കുലി സ്പർശനത്താൽ പൂർണ്ണ സൗഖ്യം ഞാൻ നേടും. ആഗ്രഹത്തോടെ സ്വരമുയർത്തി ഒന്ന് പാടി പ്രാർത്ഥിച്ചെല്ലാവരും. ഒന്നു തൊട്ടാലും നാഥ സൗഖ്യം തന്നാലും, നിൻ കരാങ്കുലി സ്പർശനത്താൽ പൂർണ്ണ സൗഖ്യം ഞാൻ നേടുവാൻ. കണ്ണുകൾ തുറന്ന് ധാരിൽ എഴുന്നള്ളിയിരിക്കുന്ന തമ്പുരാനെ ഒന്ന് നോക്കിക്കേ. ഈശോ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അന്യരെ വിധിക്കാതിരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. പ്രിയമുള്ളവരെ, എന്തോരം സാധ്യതകളുള്ളവർ ഓരോ മനുഷ്യരും. എൻ്റെ ഒരു സ്നേഹത്തിൻ്റെ ഒരു സ്പർശനം മതി, ഒന്നും സാരമില്ലെന്ന് പറഞ്ഞാൽ മതി. കരയുന്ന കുഞ്ഞിനെ അമ്മ എടുത്തു കഴിയുമ്പോൾ ആ കുഞ്ഞിൻ്റെ സങ്കടം മാറുന്നത് നമ്മൾ കാണാറില്ലേ? കണ്ണുനീരൊഴുക്കി കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ അമ്മയെടുത്ത് വാരിപ്പിണർന്ന് സ്നേഹത്തിൻ്റെ ചുംബനം കൊടുക്കുമ്പോൾ ആ കുഞ്ഞ് കുടുകുടാ ചിരിക്കും. ഒന്ന് തൊട്ടാൽ മതി, ഒന്ന് ചേർത്ത് പിടിച്ചാൽ മതി, ഒന്ന് സാരമില്ലെന്ന് പറഞ്ഞാൽ മതി. പരിശുദ്ധി അമ്മ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അതാണ്. ഈ ഒരു ആത്മീയ കൃപയിലേക്ക് നമ്മളെ നയിക്കുന്നത് ദൈവത്തിൻ്റെ ചൈതന്യമാണ്. ഈ വിമല സങ്കേതം ശുശ്രൂഷയിൽ പരിശുദ്ധി അമ്മയുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും പാടി പ്രാർത്ഥിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. സ്ലീഹന്മാരെ ശക്തിപ്പെടുത്തിയ, ഭയത്തിൻ്റെ ആകുലതയുടെ എല്ലാ ആത്മാക്കളിൽ നിന്നും മോചനം നൽകി ശക്തി നൽകിയ പരിശുദ്ധാത്മാവെ, ഞങ്ങളായിരിക്കുന്ന ജീവിതത്തിൻ്റെ ബലഹീനതകളിൽ നിന്ന് മോചനം പ്രാപിക്കുവാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ, അഭിഷേകം ചെയ്യണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കറിയാവുന്ന പരിശുദ്ധാത്മാവിൻ്റെ വളരെ മനോഹരമായൊരു ഗാനം, ദൈവാരൂപിയെ സ്നേഹജ്വാലയായി, ആദ്യത്തെ വരികൾ നമുക്കൊന്ന് ചേർന്ന് പാടി സ്ലീഹന്മാരിൽ നിറഞ്ഞതുപോലെ ദൈവചൈതന്യം നമ്മളിലേക്ക് ഒഴുക്കണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ചേർന്നൊന്ന് പാടാം. സ്ലീഹന്മാരിൽ നിറഞ്ഞതുപോലെ. ദൈവരൂപിയെ സ്നേഹജ്വാലയായി സ്വർഗത്തിൽ നിന്നും നീ വരൂ, അഗ്നിനാളമായി നവ്യ ജീവനായി ഞങ്ങളിൽ വന്നു വാണിടൂ. ചേർന്ന് പാടട്ടെ എല്ലാവരും. ദൈവരൂപിയെ സ്നേഹജ്വാലയായി സ്വർഗത്തിൽ നിന്നും നീ വരൂ, അഗ്നിനാളമായി നവ്യ ജീവനായി ഞങ്ങളിൽ വന്നു വാണിടൂ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോൾ, സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയേകി നയിക്കണേ. ചേർന്ന് പാടട്ടെ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയേകി നയിക്കണേ. ഒരിക്കൽ കൂടി ആഗ്രഹത്തോടെ സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയേകി നയിക്കണേ. ഞങ്ങളിൽ വന്നു നിറയണമേ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോൾ, സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോൾ ഞങ്ങളിൽ വന്നു നിറയണേ. ഭവനത്തിൽ വന്നു നിറയണമേ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോൾ ഭവനത്തിൽ വന്നു നിറയണേ. ഒരിക്കൽ കൂടി ശക്തിയേക്ക് നയിക്കണേ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയേകി നയിക്കണേ.
പ്രാർത്ഥനയോടെ സ്ലിഹന്മാരെ നയിച്ച പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്തിലേക്ക്, ഇതിവികാരുണ്യ ആരാധനയിലേക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ നമ്മുടെ പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും എല്ലാം നമുക്ക് സമർപ്പിക്കാം. ഒരു ശാന്തതയുടെ വലിയൊരു അഭിഷേകം നമ്മളിലും നമ്മുടെ കുടുംബത്തിലും വന്ന് നിറയുവാനായിട്ട് ആഗ്രഹിച്ച് ഒരിക്കൽ കൂടി ചേർന്ന് പാടുന്നു ശാന്തിയേകുന്ന ദിവ്യ സന്ദേശം. ശാന്തിയേകുന്ന ദിവ്യ സന്ദേശം മാനസാന്തരമാർഗമാ ശാന്തിയേകുന്ന ദിവ്യ സന്ദേശം മാനസാന്തരമാർഗമായി യേശുവേക വിമോചകനെന്ന് വിശ്വമാകെ ഉദ്ഘോഷിക്കാം. എല്ലാവരും ചേർന്ന് യേശുവേക വിമോചകനെന്ന് വിശ്വമാകെ ഉദ്ഘോഷിക്കാം. ചേർന്ന സ്നേഹന്മാരിൽ സ്ത്രീകന്മാരിൽ നിറഞ്ഞപ്പോ നമ്മുടെ നിയോഗങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടാകുവാൻ അന്യരെ വിധിക്കുന്ന ദുശീലത്തിൽ നിന്ന് മോചനം ആഗ്രഹിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നിറഞ്ഞപ്പോ ഈ ശുശ്രൂഷയിലേക്ക് സമർപ്പിക്കപ്പെട്ട എല്ലാ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള അസ്വസ്ഥതകൾ മാറി സ്നേഹത്തിൽ ഐക്യത്തിൽ കുടുംബാംഗങ്ങൾ മുന്നേറുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ജോലി തടസ്സങ്ങൾ മാറുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിസിനസ് മേഖലയിൽ എല്ലാ തടസ്സങ്ങൾ മാറുവാനായിട്ടുള്ള പ്രാർത്ഥനാ നിയോഗം ആ കുടുംബത്തെ സമർപ്പിക്കുന്നു. നമ്മുടെ ബിസിനസ് മേഖലകളെ, തൊഴിൽ മേഖലകളെ, കൃഷി മേഖലകളെ സമർപ്പിക്കാൻ പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളെ, നിയോഗങ്ങളെ സമർപ്പിച്ച് പരിശുദ്ധാത്മാവിന്റെ വലിയൊരു നിറവ്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മളിൽ ഉണ്ടാകുവാനായിട്ട് ആഗ്രഹിക്കാം. പ്രാർത്ഥിക്കാം. എല്ലാ പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും ദിവികാരുണ്യീശോയുടെ ആശീർവാദത്തിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം. കർത്താവേ, നിൻ്റെ കൃപകളാൽ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെല്ലാവരെയും ധന്യരാക്കണമേ. വിമല സങ്കേത ശുശ്രൂഷയുടെ 16-ാം ദിനത്തിൻ്റെ ആശീർവാദത്തിലേക്ക് ഞങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ആശീർവാദത്തിനായി ഞങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. തുടർന്നുള്ള ദിനങ്ങളിലേക്ക് ആവശ്യമായ പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ നീ ഞങ്ങളിലേക്ക് ചൊരിയണമേ. പ്രാർത്ഥനയോടെ തമ്പുരാൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കുവാനായിട്ടൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ
പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ പ്രവൃത്തി. മറ്റുള്ളവരെ വിധിച്ചതിനെ ഓർത്ത് അനുതപിച്ച് ഒരു വിശുദ്ധ കുർബാനയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിനായി വിമല സങ്കേതം എന്ന് ടൈപ്പ് ചെയ്ത് നിയോഗത്തോടു കൂടി 9605818881 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക.